ചായക്കടകളിലെ ചില്ല് കൂട്ടിലിരുന്ന് നമ്മളെ മാടി വിളിക്കാറുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ടംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടി ഒന്ന് ചേർത്ത് പഴവും ശർക്കരയും നന്നായിട്ടൊന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ നമുക്ക് പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഉടച്ചെടുത്ത ഈ പഴത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടി ഒന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത്. ഇനി നമ്മുടെ കൈ ഒരല്പം വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ ഉണ്ടംപൊരി വേണ്ടത് ആ സൈസിലൊന്ന് മാവ് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയുടെ ചൂട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം ഒട്ടും തന്നെ വേഗാതെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഉണ്ടംപൊരിയും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.